നമസ്കാരം. 24 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 19 വെള്ളിയാഴ്ചയാണ്. കന്നി 3. സംഗീത സംവിധായകൻ എം ബി ശ്രീനിവാസന്റെ ജന്മശതാബ്ദി ദിനമാണ് ഇന്ന്. കെ ജെ യേശുദാസിനെ പിന്നണി ഗാനരംഗത്ത് അവതരിപ്പിച്ച MBS കവിതയുടെ മാധുര്യം നിറയുന്ന നിരവധി മലയാള ചലച്ചിത്ര ഗാനങ്ങളാണ് സംഭാവന ചെയ്തിട്ടുള്ളത്. മോർണിംഗ് ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. ശനിയാഴ്ച രാവിലെ 10:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്യും. വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർക്കൊപ്പം മതസമുദായ സംഘടനാ നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കും. സംഗമത്തിൽ 3 സെഷനുകളായാണ് ചർച്ചകൾ നടക്കുക. ശബരിമല മാസ്റ്റർ പ്ലാൻ, സ്പിരിച്വൽ ടൂറിസം, ഗ്രൗണ്ട് മാനേജ്മെന്റ് എന്നിങ്ങനെയാണ് സെഷനുകൾ. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നത് എ വി ജയശങ്കറാണ്. ജയശങ്കർ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും വിവാദങ്ങളൊക്കെ ഒരു വഴിക്കുണ്ടെങ്കിലും സർക്കാർ ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്. എല്ലാ ഒരുക്കങ്ങളും സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ആരൊക്കെയായിരിക്കും അതിഥികളായി പങ്കെടുക്കുക? എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയാവുക? ക്രിസ്റ്റീന, വിവാദങ്ങൾക്ക് മുഖം കൊടുക്കാതെ സർക്കാർ ആഗോള അയ്യപ്പ സംഘവുമായി മുന്നോട്ട് പോവുകയാണ്. നാളെ ആഗോള അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരി തെളിയിക്കും. പമ്പ മണപ്പുറത്ത് 10:30 മുഖ്യമന്ത്രി ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുക. ശബരിമലയുടെ വികസനത്തിന് വേണ്ടി സമഗ്രമായ ഒരു പദ്ധതി രൂപീകരിക്കുക എന്ന് തന്നെയാണ് സർക്കാരിന്റെ ഈ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരും ഒപ്പം തന്നെ മതസാമുദായിക രാഷ്ട്രീയ സംഘടനാ നേതാക്കൾ പരിപാടിയുടെ ഭാഗമാകും. ഒപ്പം തന്നെ സംഗമത്തിൽ 3 സെഷനുകളായാണ് ചർച്ച. ശബരിമല മാസ്റ്റർ പ്ലാൻ, സ്പിരിച്വൽ ടൂറിസം, ഗ്രൗണ്ട് മാനേജ്മെന്റ് എന്നിങ്ങനെ സെഷനുകളിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധർ, റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും. തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ ഈ പരിപാടിയുടെ ഭാഗമാകും. അതിനപ്പുറത്തേക്ക് ദേവസ്വം ബോർഡ് ക്ഷണിച്ച വിശിഷ്ടാതിഥികളും എത്തിച്ചേരുമെന്ന് തന്നെയാണ് ബോർഡ് പ്രതീക്ഷിക്കുന്നത്. ഈ പരിപാടിക്ക് എത്തുന്ന ആളുകൾക്ക് കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലായി വിവിധ ഇടങ്ങളിൽ താമസ സൗകര്യം ഉൾപ്പെടെ സർക്കാർ ഇതിനോടകം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ തന്നെ ഈ അതിഥികൾ വൈകിട്ടോടുകൂടി തന്നെ പമ്പയിലേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയൊരു സംഗമത്തിനാണ് പമ്പ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ടോടുകൂടി പമ്പയിലെത്തും. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും അതിന്റേതായ രീതിയിൽ നടക്കുന്നു. പോലീസ് ഉൾപ്പെടെ സുരക്ഷാ വിന്യാസം ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രതിപക്ഷം ഇപ്പോഴും പരിപാടിക്കില്ല, വിട്ടുനിൽക്കുമെന്നൊരു നിലപാട് തന്നെയാണ് ആവർത്തിക്കുന്നത്. ശരി, എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാർ വീണ്ടും വായ്പ എടുക്കുന്നു. 1000 കോടി രൂപയാണ് വായ്പ എടുക്കുന്നത്. കടപ്പത്രം വഴി പണം സമാഹരിക്കാനാണ് തീരുമാനം. വിവരങ്ങളുമായി ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, വിശദാംശങ്ങൾ എന്താണ്? ശ്രീജിത്ത് റിജിത്ത്, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്താണ് വീണ്ടും വായ്പ എടുക്കുന്നത്. ഓണക്കാലത്ത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭാരിച്ച ചെലവുകളായിരുന്നു. അക്കാലത്ത് 8000 കോടിയോളം രൂപ വായ്പ എടുത്തിരുന്നു വിവിധ ഘട്ടങ്ങളിലായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 1000 കോടി രൂപ കൂടി വായ്പ എടുക്കുന്നത്. സർക്കാരിന്റെ വികസന ആവശ്യങ്ങൾക്കായി വായ്പ എടുക്കുന്നതെന്നാണ് അറിയിപ്പെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി മൂലം ദൈനംദിന ചെലവുകൾ കൂടി പണം കണ്ടെത്താനാണ് വായ്പ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും 1000 കോടി രൂപ കടപ്പത്രം വഴി ശേഖരിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, വിവരങ്ങളുമായി ശ്രീജിത്താണ് ചേർന്നത്. എന്തായാലും വിവിധ ആവശ്യങ്ങൾക്കായി കടപ്പത്രങ്ങളിലൂടെ 1000 കോടി രൂപ കൂടി വായ്പ എടുക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുടെ തൂക്കം കുറഞ്ഞതും അയ്യപ്പ സംഗമവും പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും. സ്വർണ്ണപ്പാളിയുടെ തൂക്കം കുറഞ്ഞതിലെ ഹൈക്കോടതി വിമർശനമുയർത്തി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഇന്നലെ KSU മാർച്ചിലുണ്ടായ സംഘർഷവും പ്രതിപക്ഷം സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. സലീം, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഉച്ചവരെയാണ് സഭയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് സഭയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്? അവരുടെ ആവനാഴിയിൽ ചില ആയുധങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് ഏത് രീതിയിൽ സർക്കാരിനെതിരെ പ്രയോഗിക്കാനാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. കഴിഞ്ഞ 3 ദിവസങ്ങളിലും പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം സർക്കാർ ചർച്ചയ്ക്കെടുത്തിരുന്നു. അത് സർക്കാർ പ്രതിപക്ഷം എന്തും കൊണ്ടുവരട്ടെ, നേരിടാമെന്നൊരു നിലയാണ് സർക്കാർ അതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചത്. അതിന് പ്രതിപക്ഷം വെക്കുന്ന ചെക്കാണ് ഇന്നത്തെ അടിയന്തര പ്രമേയം. ഇന്നത്തെ വിഷയം ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുടെ തൂക്കം കുറഞ്ഞതും അയ്യപ്പ സംഘവുമാണ് ഇന്ന് ശൂന്യവേളയിൽ ഉപക്ഷേപമായി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള ഉപക്ഷേപമായി പ്രതിപക്ഷം മുന്നിലേക്ക് വയ്ക്കുന്നത്. സർക്കാരിന് പരമാവധി അത് ചർച്ച ചെയ്യാൻ കഴിയില്ല എന്നുള്ള
ചിന്തയാണ് പ്രതിപക്ഷത്തിനുള്ളത്. കാരണം മറ്റു വിഷയങ്ങൾ പോലെയല്ല ഈ വിഷയം എന്നുള്ളത് കൊണ്ടും മുൻപ് ബാക്കി എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുമ്പോൾ മുൻകാലങ്ങളിലെ UDF സർക്കാരിന്റെ കൂടി സ്ഥിതി വിലയിരുത്തിക്കൊണ്ടായിരുന്നു സർക്കാർ ആ വിഷയങ്ങളൊക്കെ സംസാരിച്ചത്. ആദ്യത്തെ പോലീസ് അക്രമമായാലും അതിന് പിന്നാലെ വന്ന ഇന്നലത്തെ ഈ സാധനങ്ങളുടെ വിലവർദ്ധനവായാലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻകാലങ്ങളിലെ കൂടി അനുഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു സർക്കാർ അതിനെ നേരിട്ടത്. എന്നാൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാരിന് അങ്ങനെ ഒരു പ്രതിരോധം തീർക്കാൻ കഴിയില്ല. മാത്രമല്ല അയ്യപ്പ സംഗമം ഒരു സർക്കാർ പരിപാടിയല്ല എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് തന്നെ പറയുന്നത്. അതിന് പിന്നാലെ ചില ബോർഡുകളൊക്കെ മുഖ്യമന്ത്രിയുടേതുൾപ്പെടെയുള്ള ചിത്രം വെച്ച ബോർഡുകൾ പലയിടങ്ങളിലും ഉയർന്നു പൊങ്ങുകയും ചെയ്തു. അതൊക്കെ വിവാദമാകുന്ന പശ്ചാത്തലത്തിൽ അതിന് ഏറ്റവും ഒടുവിലാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുടെ തൂക്കം കുറഞ്ഞതും അതിന് പിന്നാലെ ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ട സർക്കാരിനെ വിമർശിച്ചതുമൊക്കെ പ്രതിപക്ഷത്തിന്റെ മുന്നിലുള്ളത്. ഈ വിഷയം ഉയർത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക എന്ന തന്ത്രമാണ് പ്രതിപക്ഷം ഇന്ന് സ്വീകരിക്കാൻ പോവുക. ഒപ്പം തന്നെ ഇന്നലെ KSU മാർച്ചിൽ തിരുവനന്തപുരത്ത് നടന്ന KSU മാർച്ചിൽ മണിക്കൂറുകളോളം സംഘർഷമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും സർക്കാർ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. ഒപ്പം സ്ത്രീ പുരുഷ തൊഴിലാളികളുടെ വേതന അന്തരം കുറയ്ക്കാനുള്ള സർക്കാർ സ്വീകരിച്ച നടപടികളും ദേശീയപാതാ നിർമ്മാണത്തിലെ അപാകതകളും ചോദ്യോത്തരവേളയിൽ ചോദ്യമായി ഉയരുകയും ചെയ്യും. ഇന്ന് സ്വകാര്യ ബില്ലുകളാണ് സഭയുടെ പരിഗണനയിൽ വരിക. വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് സ്വകാര്യ ബില്ലുകൾ സഭ പരിഗണനയ്ക്കെടുക്കുക. ഒപ്പം ഇന്ന് ഉച്ചയോടുകൂടി സഭ പിരിയും. അതിന് പിന്നാലെ 29-ാം തീയതിയാകും പിന്നീട് സഭ സമ്മേളിക്കുക. 29, 30 തീയതികളിൽ സഭ സമ്മേളിച്ച ശേഷം സഭ വീണ്ടും പിരിയും. അതിന് പിന്നാലെ അടുത്ത മാസം 6 മുതൽ 10 വരെയാണ് സഭാ സമ്മേളനത്തിന്റെ അവസാന സെഷൻ. ക്രിസ്റ്റീന. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ആഗോള അയ്യപ്പ സംഗമവും അതുപോലെ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവും സഭയിലേക്ക് കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. കോഴിക്കോട് താമരശ്ശേരിയിൽ കാറിലെത്തിയ സംഘം യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. അമ്പായത്തോട് സ്വദേശി മുഹമ്മദ് ജിനീഷിനാണ് കുത്തേറ്റത്. അക്രമി സംഘത്തിൽപ്പെട്ട ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മിഥില ബാലൻ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുകയാണ്. മിഥില, കൂടുതൽ വിവരങ്ങൾ എന്താണ് മിഥില? ശ്രീജിത്ത്, ക്രിസ്റ്റീന, ഇന്നലെ രാത്രി 10:30-ക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഈ അക്രമം നടത്തിയ സംഘത്തിൽപ്പെട്ട ഒരാളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. താമരശ്ശേരി പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. നിലവിൽ ഈ ആൾക്ക് ഈ അക്രമി സംഘവുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന ഒരു സൂചനയോ അല്ലെങ്കിൽ അക്കാര്യമോ ഒന്നും സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരാൾ നിലവിൽ ഇപ്പോൾ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലുണ്ട്. താമരശ്ശേരി അമ്പായത്തോട് അറമുക്ക് മുഹമ്മദ് ജിനീഷിനാണ് കുത്തേറ്റത്. ഇയാളുടെ കാറും ഈ ഒരു അക്രമി സംഘം ആക്രമിച്ചിട്ടുണ്ട്. ഈ കാറിലെത്തിയ സംഘം ആണ് ഇയാളെ കുത്തിയിട്ടുള്ളത്. കുത്തേറ്റ ജിനീഷിനെ മയക്കുമരുന്ന്, ഒപ്പം തന്നെ തട്ടിക്കൊണ്ടുപോകൽ, സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങി നിരവധി കേസുകളിലെ പ്രതി കൂടിയാണ് ഈ കുത്തേറ്റുള്ള മുഹമ്മദ് ജിനീഷ് എന്ന് പറയുന്നത്. കോഴിക്കോട് ഭാഗത്തു നിന്നും കാറിൽ എത്തിയ സംഘമാണ് ഇത്തരത്തിൽ ജിനീഷിനെ കുത്തി പരിക്കേൽപ്പിച്ചിട്ടുള്ളത്. ആദ്യം താമരശ്ശേരിയിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകി പിന്നീടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുള്ളത്. ശരീരമാസകലം കുത്തേറ്റിട്ടുണ്ട്. എന്താണ് ഈ ഒരു പ്രകോപനത്തിന് കാരണം എന്നറിയില്ല. നേരത്തെ നിരവധി കേസുകളിലെ പ്രതി കൂടി ആയതുകൊണ്ട് അത്തരത്തിൽ മുൻ വൈരാഗ്യം എന്തെങ്കിലും ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരമനുസരിച്ച് ഒരാൾ കസ്റ്റഡിയിലുണ്ട്. അയാളെ ഇപ്പോൾ താമരശ്ശേരി പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതികളെക്കുറിച്ച് കൃത്യമായ സൂചന അന്വേഷണ സംഘത്തിന് നിലവിൽ ലഭ്യമായിട്ടുണ്ട്. ക്രിസ്റ്റീന, റീജിത്ത്. മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. 25 കോടിയുടെ ഓൺലൈൻ തട്ടിപ്പിൽ നിർണായക വിവരങ്ങൾ 24-ന്. തട്ടിപ്പിലൂടെ സ്വന്തമാക്കി 25 കോടിയിൽ 16 കോടിയും എത്തിയത് ഹൈദരാബാദിലെ അക്കൗണ്ടിലാണ്. ഈ അക്കൗണ്ട് ഉടമ മറ്റൊരു തട്ടിപ്പ് കേസിൽ ജയിലിലാണ്. ഹൈദരാബാദിലെത്തി ഇയാളുടെ അറസ്റ്റും അടുത്ത ദിവസം രേഖപ്പെടുത്തും. അറസ്റ്റിലായ സുജിതയ്ക്ക് തട്ടിപ്പിനായി വേറെയും അക്കൗണ്ടുകൾ ഉണ്ടെന്ന് പോലീസ് കണ്ടെത്തി. 24 ബിഗ് ബ്രേക്ക് വിവരങ്ങളുമായി ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ശ്യാം, വെരി ഗുഡ് മോർണിംഗ്. ഈ ഇത്തരത്തിലുള്ള മ്യൂൾ അക്കൗണ്ടുകൾ പല രീതിയിലും പലരും ഉപയോഗിക്കാറുണ്ട്. ഇതിൽ ഈ അക്കൗണ്ട് ഉടമയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമാണോ? അറസ്റ്റ് എപ്പോഴുണ്ടാകും? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, പോലീസും ഈ കേസിൽ ആദ്യം കരുതിയിരുന്നത് പിടിയിലായ സുജിത മ്യൂൾ അക്കൗണ്ട് മാത്രം നൽകുകയും അതിന്റെ ലാഭം എടുക്കുകയും ചെയ്ത ആളെന്നായിരുന്നു. പക്ഷെ വിശദമായ അന്വേഷണത്തിൽ ഈ തട്ടിപ്പിൽ സുജിതയ്ക്ക് വലിയ പങ്കുണ്ട്. ഇവരുടെ മറ്റൊരു അക്കൗണ്ടും ഇതേ തട്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സുജിതയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 25 കോടി രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ 16 കോടിയും എത്തിയത് ഹൈദരാബാദിലെ ഒറ്റ അക്കൗണ്ടിലേക്കാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ അക്കൗണ്ട് ഉടമയും മറ്റൊരു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിലവിൽ ഹൈദരാബാദിലെ ജയിലിൽ കഴിയുകയാണ്. ഇയാളുടെ അറസ്റ്റ് 2 ദിവസത്തിനകം ഹൈദരാബാദിലെത്തി രേഖപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും സുജിതയെ ഈ സംഘത്തിലേക്ക് കൊണ്ടുവന്നത് മലയാളികളാണ് എന്നുള്ളതിന് തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇവർ ആരൊക്കെയാണ് എന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ് സംഘം ഉള്ളത്. ഡാനിയൽ എന്നുള്ള പേരുള്ള ഒരാളാണ് ഈ കമ്പനി ഉടമയെ
നിരന്തരം വിളിച്ചിരുന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ ഉൾപ്പെടെയുള്ള മലയാളികളുടെ പങ്ക് ഈ കേസിൽ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സുജിതയ്ക്ക് മറ്റൊരു അക്കൗണ്ടിലൂടെയും ഈ തട്ടിപ്പിന് ആയി ലഭിച്ച പണം വാങ്ങുകയും അത് വിദേശത്തേക്ക് ഉൾപ്പെടെ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. വീട്ടുജോലിയാണ് താൻ ചെയ്തിരുന്നതെന്ന് ഇവർ പറഞ്ഞിരുന്നു. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ ഇവർക്ക് കാര്യമായ ജോലിയൊന്നും ഇല്ല എന്നും ഇങ്ങനെ തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണമാണ് ജീവിതമാർഗത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും നിർണായക വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഈ കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഈ പണം എത്തിയത് ഹൈദരാബാദിലെ അക്കൗണ്ടിലേക്കാണ്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഉണ്ടാവുന്നുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരായ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളിൽ നിന്ന് കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകും. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളിൽ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്ന പശ്ചാത്തലത്തിൽ ഇത് ആയുധമാക്കാനാണ് BJPയുടെ തീരുമാനം. രാഹുൽ ഗാന്ധി ആരോപണമുന്നയിച്ച ആലന്ത് മണ്ഡലത്തിലെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരുന്നു. വിനീത VG വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. വിനീത, ഈ വിഷയം കോൺഗ്രസിന് ഇപ്പോൾ തന്നെ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രതിഷേധങ്ങളിലേക്ക്, സമരപരിപാടികളിലേക്കൊക്കെ കോൺഗ്രസ് കടന്നിട്ടുണ്ട്. അതിനിടയിൽ പുതിയ വിവരങ്ങൾ അത് കോൺഗ്രസിന് എത്രത്തോളം ആയുധമായി മാറുന്നുണ്ട്? BJPയുടെ പ്രതിരോധം എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം കൂടി വന്നതോടുകൂടി BJP ഇതിൽ ഏത് തരത്തിലുള്ള ഒരു പ്രതിരോധം തീർക്കാനാണ് ഒരുങ്ങുന്നത്? വെരി ഗുഡ് മോർണിംഗ് TK ആൻഡ് ക്രിസ്റ്റീന. TK സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ആയിരുന്നു രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തി തെളിവുകളടക്കം പുറത്തുവിട്ടുകൊണ്ടായിരുന്നു അദ്ദേഹം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ അതൊരു ഹൈഡ്രജൻ ബോംബൊന്നും അല്ലെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ഇന്നലെ പൊട്ടിച്ചത് ഒരു ബോംബ് തന്നെയായിരുന്നു. പിന്നാലെ ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള വിശദീകരണവുമായി കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ കൃത്യമായി തന്നെ അവർ പറയുന്നുണ്ട്. ഈ പരാതി ലഭിച്ച ഉടൻ തന്നെ 2023 തന്നെ ഈ പരാതിയിൽ മേൽ FIR രജിസ്റ്റർ ചെയ്തിരുന്നു, കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ FIR നമ്പർ അടക്കം രേഖപ്പെടുത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഏതാണ്ട് 6018 വോട്ടുകൾ നീക്കം ചെയ്തു എന്നാണ് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചത്. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിശദീകരണം 24 വോട്ടുകൾ മാത്രമാണ് നീക്കം ചെയ്തത്. 5000-ലധികം വോട്ടുകൾ ആ അപേക്ഷകൾ തെറ്റാണ് എന്ന് കണ്ടെത്തുകയും ആ അപേക്ഷകൾ പിന്നീട് നിരസിക്കുകയും ചെയ്തു എന്നും പറയുന്നുണ്ട്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച മറ്റൊരു ആരോപണം, ഈ കർണാടക CID അവർ ഈ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. 18 മാസത്തിനുള്ളിൽ 18 കത്തുകൾ അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുണ്ടായിരുന്നു. കേസന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകൾ തേടിക്കൊണ്ടായിരുന്നു, രേഖകളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇങ്ങനെ കത്തുകൾ നൽകിയിരുന്നത്. എന്നാൽ അതിൽ യാതൊരു മറുപടിയും നൽകാനോ അല്ലെങ്കിൽ അതിൽ ആവശ്യപ്പെട്ട രേഖകൾ നൽകാനോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു ആരോപണം. ഈ ആരോപണത്തെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാടെ തന്നെ തള്ളുകയാണ്. രേഖകൾ ഒപ്പം തന്നെ ഈ മൊബൈൽ നമ്പറുകൾ, അത് ഇന്നലെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് ഈ കർണാടകയിൽ ഈ വോട്ട് നീക്കം ചെയ്യാൻ അപേക്ഷ നൽകിയ മൊബൈൽ നമ്പറുകൾ പലതും ഈ സംസ്ഥാനത്തിന് പുറത്തുള്ള നമ്പറുകളാണ്. അതിൽ ഒരാൾ സൂര്യകാന്ത് എന്നൊരാളെ രാഹുൽ ഗാന്ധി തന്നെ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരികയും സൂര്യകാന്തിന്റെ നമ്പറിലൂടെ മാത്രം ഏതാണ്ട് 12 അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്തു എന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിട്ടുണ്ടായിരുന്നു. ഈ മൊബൈൽ നമ്പറുകൾ, ഈ IP അഡ്രസ്സ്, ഒപ്പം തന്നെ ഈ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്നും ഒപ്പം തന്നെ ഈ അന്വേഷണം അത് ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് അറിയുന്നതിനും മറ്റുമായി പിന്നാലെ തന്നെ ഒരു പ്രത്യേക യോഗം ചേർന്നിട്ടുണ്ടായിരുന്നുവെന്നും അത് കൃത്യമായി ഞങ്ങൾ ഫോളോ ചെയ്ത് വരികയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഓരോ ആരോപണങ്ങൾക്കും വളരെ കൃത്യമായി തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ മറുപടി നൽകിയത്. ആ മറുപടി തന്നെ രാഷ്ട്രീയ ആയുധമാക്കാനാണ് BJP ഇപ്പോൾ നീക്കം നടത്തുന്നത്. ഇന്നലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണത്തിന് പിന്നാലെ തന്നെ അമിത്ഷായും ഒപ്പം തന്നെ അനുരാഗ് ഠാക്കൂറും പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. നിരന്തരമായി കോൺഗ്രസ് പല മണ്ഡലങ്ങളിൽ തോൽക്കുന്നുണ്ട്, ഇതിന്റെ ഒരു നിരാശയിലാണ് രാഹുൽ ഗാന്ധി എന്നായിരുന്നു അനുരാഗ് ഠാക്കൂറിന്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുകയും രാജ്യത്തിന്റെ അസ്ഥിരത ഇല്ലാതാക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നതെന്നുമായിരുന്നു അമിത്ഷാ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഏതാണെങ്കിലും ആ വിഷയത്തിൽ ഈ കൃത്യമായിട്ടുള്ള വിശദീകരണമടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പശ്ചാത്തലത്തിൽ ആ വിശദീകരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് BJP ഇന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ അതിനൊരു രാഷ്ട്രീയ ആയുധമാക്കുക. TK ശരി, രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ പാടെ തള്ളി കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നിരുന്നു. ഓൺലൈനായി ആർക്കും ഇത്തരത്തിൽ പേര് ഡിലീറ്റ് ചെയ്യാനാവില്ല എന്ന ഒരു വിശദീകരണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ പ്രതിരോധം പാടില്ല, ഇത് കൃത്യമായി അന്വേഷിക്കണം, പ്രതിപക്ഷത്തിന് ഏതെങ്കിലും തരത്തിൽ അവിശ്വാസമുണ്ടെങ്കിൽ അവരുടെ വിശ്വാസ്യത നേടിയെടുക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ച ടിക്കാറാം മീണ, മുൻ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് കേരളത്തിലെ, അദ്ദേഹം പ്രതികരിച്ചത്. തൃശൂരിൽ പുറമ്പോക്കിലെ കട പൊളിച്ചതിൽ വിവാദം. മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് ജോമോൻ കൊള്ളന്നൂരിന്റെ കടയാണ് പൊളിച്ചത്.
വടക്കാഞ്ചേരി MLA രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ തന്റെ കട പൊളിക്കുകയായിരുന്നു എന്നാണ് ജോമോന്റെ പരാതി. RDO തന്റെ പരാതി പരിശോധിക്കുന്നതിനുള്ള സാവകാശം പോലും നൽകാതെ കട പൊളിച്ചു മാറ്റിയെന്നും ജോമോൻ പറഞ്ഞു. CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വികാസ് രാജിന്റെയും വാർഡ് മെമ്പർ പ്രകാശൻ ചിറ്റിലപ്പള്ളിയുടെയും സാന്നിധ്യത്തിൽ കെട്ടിടം പൊളിച്ചത് രാഷ്ട്രീയ ഇടപെടൽ വെളിവാക്കുന്നതാണ് എന്ന് കോൺഗ്രസ് പറയുന്നു. CPIM ലോക്കൽ സെക്രട്ടറി പ്രദേശത്ത് തർക്കത്തിലേർപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. 24-ന്റെ ഒരു ബ്രേക്കിംഗ് വാർത്തയാണിത്. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് ചേരുന്നത്. സൂരജ്, ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടിരിക്കുന്നു. ഇത്തരത്തിലൊരു രാഷ്ട്രീയം ഇതിലുണ്ടോ? എന്താണ് ആരോപണം? ക്രിസ്റ്റിന, CPIM ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ PWD കയ്യേറ്റം ഒഴിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരു ലോക്കൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ എന്തിന് സർക്കാർ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഈ കട പൊളിച്ചു എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. ഈ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിലായിരുന്നു, മുൻ യൂത്ത് കോൺഗ്രസ് നേതാവാണ് ഈ പുറമ്പോക്കിൽ കട നടത്തി വന്നിരുന്നത്. ജോമോൻ കൊള്ളന്നൂർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ജോമോൻ 70 വർഷത്തോളമായി ഈ പ്രദേശത്ത് കട നടത്തുകയാണ്. ജോമോന്റെ പിതാവും ഒക്കെയായി ഈ കട നടത്തി വരികയായിരുന്നു. അതിനിടയിലാണ് ഒരു മാസം മുമ്പ് റോഡ് നിർമ്മാണത്തെ നടക്കുന്നതിനാൽ ഈ കട പൊളിച്ചു മാറ്റണമെന്ന് നോട്ടീസ് ലഭിക്കുന്നത്. അങ്ങനെ ഇവർ RDOയെ സമീപിച്ച് RDO ഇന്നലെ ഒരു സ്റ്റേ കൊടുക്കാൻ ഇരിക്കുന്നതിനിടയിലാണ് ഇത് പൊളിച്ചു മാറ്റുന്നത്, കട പൊളിച്ചു മാറ്റുന്നത്. കടയ്ക്കകത്തുണ്ടായിരുന്ന സാധനങ്ങൾ എടുക്കാൻ പോലും സാവകാശം നൽകിയില്ല എന്നുള്ളതാണ് ജോമോൻ ചൂണ്ടിക്കാണിക്കുന്നത്. RDO വാക്കാൽ തന്നെ ഇത് പൊളിക്കരുത് എന്ന നിർദ്ദേശം ഈ PWDക്ക് നൽകിയതാണ്. പക്ഷെ അത് ലംഘിച്ചുകൊണ്ട് ഈ കട പൊളിച്ചു മാറ്റി. അതിന് പിന്നിൽ വടക്കാഞ്ചേരി MLAയുടെ രാഷ്ട്രീയ വൈരാഗ്യമാണ് എന്നുള്ളതാണ് ജോമോൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ആട്ടൂർ സെന്ററിൽ നേരത്തെ MLAയുടെ ഒരു ആസ്തി വികസന ഫണ്ടിൽ ഒരു കെട്ടിടം പണിതിരുന്നു. ഈ കെട്ടിടത്തിനെതിരെ ഹൈക്കോടതിയിൽ കേസ് പോയതിലുള്ള വൈരാഗ്യത്തിലാണ് തന്റെ കട പൊളിച്ചു മാറ്റിയത്. ഇത് റോഡ് നിർമ്മാണത്തിന്റെ പേരിലാണ് ഈ പൊളിച്ചുമാറ്റലെന്നാണ് MLA അടക്കം വിശദീകരിക്കുന്നത്. പക്ഷേ ജോമോൻ ചൂണ്ടിക്കാണിക്കുന്ന ഈ റോഡ് മധ്യഭാഗത്താണ് ജോമോന്റെ കടയുള്ളത്. പക്ഷേ ഈ മുൻവശത്തോ ഈ റോഡ് തുടങ്ങുന്ന ഭാഗത്തോ റോഡ് അവസാനിക്കുന്ന ഭാഗത്തോ ഒന്നും തന്നെ മറ്റിടങ്ങളിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാതെ തന്റെ മാത്രം കയ്യേറ്റം ഒഴിപ്പിച്ചതിന് പിന്നിൽ ഈ കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുണ്ട്. CPIMന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് അടക്കം ഇത്തരത്തിൽ ഈ പുറമ്പോക്കിലാണ് ഉള്ളത്. അതൊന്നും ഒഴിപ്പിക്കാതെ ജോമോന്റെ കട ഒഴിപ്പിച്ചതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുണ്ട് എന്ന ആരോപണമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. പക്ഷേ MLA ആകട്ടെ പറയുന്നത് തിരൂർ മുതൽ ആത്തൂർ വരെയുള്ള റോഡിന്റെ നിർമ്മാണം നടക്കുകയാണ്. അത് BNBC നിലവാരത്തിലാണ് നടക്കുന്നത്. 5 കോടി രൂപയുടെ പ്രൊജക്ടാണ്. ആ പ്രൊജക്ട് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായുള്ള കയ്യേറ്റങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഒഴിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഔദ്യോഗികമായി തന്നെ വിശദീകരിക്കുന്നത്. ക്രിസ്റ്റീന PK. ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി അന്താരാഷ്ട്ര വാർത്തകളുടെ സമയമാണ്. വാർത്താലോകം. ഗസയിൽ കരയുദ്ധം തുടരുന്ന 4-ാം ദിവസം ലെബനനിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിച്ച് ഇസ്രയേൽ. സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഫലസ്തീനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും. ഗസയിൽ നടക്കുന്ന കരയുദ്ധത്തിൽ ട്രംപിന് അതൃപ്തിയെന്ന് വാൾ സ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ടും വന്നു. തെക്കൻ ഗസയിലേക്കുള്ള ഏകപാതയായ അൽ റാഷിദ് തീരദേശ റോഡിൽ ജനങ്ങൾ തിങ്ങി നിറയുകയാണ്. അൽമവാസിയിൽ ഇനി ടെന്റുകൾ കെട്ടാൻ സ്ഥലമില്ലെന്ന് മനസ്സിലാക്കി തിരിച്ചു സഞ്ചരിക്കുന്നവരും റോഡിലുണ്ട്. അൽ ഷിഫ, അൽ അഹ്ലി ആശുപത്രികൾക്കടുത്ത് നടന്ന ആക്രമണത്തിൽ 19 പേർ മരിച്ചതായാണ് വിവരങ്ങൾ. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ആക്രമണ മുന്നറിയിപ്പിനെ തുടർന്ന് ഗ്രാമങ്ങളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2024 സെപ്റ്റംബറിലാണ് അർദ്ധസൈനിക വിഭാഗമായ ഹെസ്ബുള്ളയെ ലക്ഷ്യം വെച്ച് ഇസ്രായേലിന്റെ പേജർ ആക്രമണം നടന്നത്. 42 പേർ ആക്രമണത്തിൽ മരിച്ചിരുന്നു. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി സൈന്യത്തിന്റെ നേതൃത്വത്തിൽ റെയ്ഡും അറസ്റ്റും നടക്കുകയാണെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. 1300 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടതായാണ് വിവരങ്ങൾ. വടക്കൻ ഗസയിൽ നിന്നും 3.5 ലക്ഷത്തോളം പേർ നഗരം വിട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ.
അൽ റാഷിദ് തീരദേശ റോഡിനു പുറമെ പലായനത്തിനായി തുറന്ന സലാ അൽ ദിൻ തെരുവിലൂടെയുള്ള പാത ഇന്ന് ഉച്ചയോടെ അടയ്ക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേലുമായുള്ള വ്യാപാര വ്യവസ്ഥകൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ യൂറോപ്യൻ യൂണിയൻ ആഹ്വാനം ചെയ്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. പലസ്തീൻ രാഷ്ട്രത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും. പശ്ചിമേഷ്യയിൽ സമാധാനം വേണമെന്ന കാര്യത്തിൽ ട്രംപിനും തനിക്കും യോജിപ്പെന്നും സ്റ്റാമർ പറഞ്ഞു. സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇരുവരും നിലപാട് വ്യക്തമാക്കിയത്. വിവരങ്ങളുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് ഈവനിങ്. ഇപ്പോൾ ഇസ്രയേൽ ഏകദേശം ഒരു ഒറ്റപ്പെട്ട രീതിയിലാണ്, അമേരിക്ക തന്നെ പലതവണ ഇസ്രയേലിൻ്റെ ഈ ആക്രമണങ്ങളിൽ അതൃപ്തി വ്യക്തമാക്കിയിരുന്നു. അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഒരു സംയുക്ത വാർത്താ സമ്മേളനത്തിൽ രണ്ട് അഭിപ്രായങ്ങളുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റും എത്തുന്നത്. എന്തൊക്കെയാണ് അവർ പറഞ്ഞത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. റീജിയത്ത് 2 ദിവസത്തെ UK സ്റ്റേറ്റ് വിസിറ്റിന് ശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടണിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകളിലും തുടർന്ന് ഉദ്യോഗസ്ഥ തല ചർച്ചകളിലുമൊക്കെ പ്രധാന വിഷയങ്ങൾ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ തന്നെയായിരുന്നു. പിന്നീട് ഇരു നേതാക്കളും ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഈ വ്യത്യസ്ത അഭിപ്രായം വന്നത്. പാലസ്തീൻ സ്റ്റേറ്റ് എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെ നിർദ്ദേശത്തോട് തനിക്ക് യോജിപ്പില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് തുറന്നു പറഞ്ഞു. അദ്ദേഹവുമായിട്ട് പല കാര്യങ്ങളിൽ വിയോജിപ്പുകളുണ്ട്, അതിലൊന്ന് ഇതാണെന്ന് എടുത്തു പറയുകയും ചെയ്തു. അതേസമയം പശ്ചിമേഷ്യയിൽ സമാധാനം വേണമെന്ന കാര്യത്തിൽ ട്രംപിനും തനിക്കും യോജിപ്പെന്ന് കെയർ സ്റ്റാമർ പത്രക്കാരോട് പറയുകയും ചെയ്തു. UK ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഹമാസിന് പങ്കില്ലാത്ത പാലസ്തീൻ സ്റ്റേറ്റ് ആണ് തങ്ങൾ മുന്നോട്ട് വെക്കുന്നതെന്നാണ് കെയർ സ്റ്റാമർ പറയുന്നത്. എയർഫോഴ്സ് 1 വെച്ച് അമേരിക്കയിലേക്ക് മടങ്ങും വഴി റഷ്യയും യുക്രൈനും തമ്മിൽ വെടിനിർത്തലിന് സമയമായോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇപ്പോൾ അങ്ങനെ തോന്നുന്നില്ല, എന്നാൽ ശരിയായ സമയത്ത് ഇടപെടേണ്ടി വന്നാൽ ശക്തമായി ഇടപെടുമെന്ന് ട്രംപ് പറഞ്ഞു. ചില യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങുന്ന കാര്യം കെയർ സ്റ്റാമറിനോട് പറഞ്ഞെന്നും അത് ശരിയല്ല എന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്നും ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ക്രിസ്റ്റ്യൻ റീജിയത്ത് ലണ്ടൻ മേയർ സാദിഖ് ഖാനെ തന്റെ പരിപാടികളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടെന്നും ഈ മാധ്യമപ്രവർത്തകരോട് വെളിപ്പെടുത്തി. അദ്ദേഹം മോശമായ ഒരു മേയറാണ്, അമേരിക്കയിലും പല മേയർമാർ അത്തരത്തിലുണ്ടെന്നും ട്രംപ് പറഞ്ഞു. അതുകൂടാതെ ഈ എയർഫോഴ്സ് 1 ഈ ഹെലികോപ്റ്റർ യാത്രക്കിടയിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്നൊരു ലോക്കൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തതിന് ശേഷമാണ് ട്രംപും പ്രഥമ വനിത മെലനിയും മറ്റൊരു ഹെലികോപ്റ്ററിൽ മാറിക്കയറി എയർഫോഴ്സ് 1 കയറേണ്ടി വന്നത്. റീജിത്ത്, ക്രിസ്റ്റീന. ശരി, മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സൗദി പാകിസ്ഥാൻ പ്രതിരോധ സഹകരണ കരാർ ഇന്ത്യ സൗദി ബന്ധത്തെ ബാധിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് മേഖല. കരാറിനെ കുറിച്ച് പഠിച്ചു വരികയാണെന്ന് ഇന്ത്യ പ്രതികരിച്ചു. ഏതെങ്കിലും ഒരു രാജ്യം ആക്രമണം നേരിട്ടാൽ ഒരുമിച്ച് പ്രതിരോധിക്കുമെന്ന് കരാറിൽ പറയുന്നുണ്ട്. സൗദിയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. കഴിഞ്ഞ ദിവസം റിയാദിൽ വെച്ചാണ് സൗദിയും പാകിസ്ഥാൻ തമ്മിലുള്ള സുപ്രധാനമായ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. പ്രധാനമായും കരാറിൽ പറയുന്നത് ഏതെങ്കിലും ഒരു രാജ്യം, സൗദിയോ അല്ലെങ്കിൽ പാകിസ്ഥാനോ, ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നേരിട്ടാൽ അതിനെ ഒരുമിച്ച് നേരിടുക, സൈനികമായി നേരിടുക എന്നതാണ്. സൈനിക മേഖലയിലും സുരക്ഷാ മേഖലയിലുമുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്ന ഒരു വ്യവസ്ഥയാണ് കരാറിലുള്ളത്. ഈ ഒരു കരാർ വളരെ നിർണായകമായ കരാർ, അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ഈ കരാർ ഒപ്പിട്ടതിന് തൊട്ട് പിന്നാലെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് ദേശീയ സുരക്ഷയെ ഈ കരാർ എങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ച് പഠിച്ചു വരികയാണ് എന്നതാണ്. പ്രധാനമായും സൗദി ഇന്ത്യയുമായും അതോടൊപ്പം തന്നെ പാകിസ്ഥാനുമായും ഉറ്റബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കരാർ പ്രകാരം, ഈ സൈനിക പ്രതിരോധ കരാർ പ്രകാരം സൗദി എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ്. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി സന്ദർശിച്ചിരുന്നു, പല കരാറുകളിലും ഒപ്പുവെച്ചു. സൗദിയിലും അതോടൊപ്പം തന്നെ ഇന്ത്യയിലും സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടക്കുന്നുണ്ട്. 27 ലക്ഷത്തിലധികം വരുന്ന ഇന്ത്യക്കാർ സൗദിയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് സൗദി. ഇങ്ങനെ പല രീതിയിലുള്ള ബന്ധവും സൗദിയുമായി ഇന്ത്യക്കുണ്ട്, അതോടൊപ്പം തന്നെ സൗദിക്ക് പാകിസ്ഥാനുമായുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പുതിയ കരാർ, സൈനിക സഹകരണ പ്രതിരോധ മേഖലയിലെ ഈ കരാർ എങ്ങനെ ഇന്ത്യ സൗദി ബന്ധത്തെ ബാധിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതാണ് പ്രധാനമായും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം.
അഫ്ഗാനിസ്ഥാനിലെ സർവകലാശാല അധ്യാപനത്തിൽ നിന്നും സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങൾ നീക്കം ചെയ്ത് താലിബാൻ. സ്ത്രീകൾ എഴുതിയ 140 പുസ്തകങ്ങളാണ് നീക്കം ചെയ്തത്. ശരിയത്ത് നിയമത്തിന് വിരുദ്ധമായതും താലിബാൻ നയങ്ങളുമായി യോജിക്കാത്തതുമായ പുസ്തകങ്ങളാണ് അവയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിരോധനം. 18 വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിനും താലിബാൻ സർവകലാശാലകളിൽ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ലിംഗഭേദവും വികസനവും ആശയവിനിമയത്തിൽ സ്ത്രീകൾക്കുള്ള പങ്ക് എന്നിവ നിരോധിച്ച വിഷയങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. നല്ല പൂ പോലുള്ള ഇഡലിയും സാമ്പാറും തലശ്ശേരി ദം ബിരിയാണിയുമൊക്കെ ആസ്വദിച്ചു കഴിക്കുന്ന ജപ്പാൻകാർ. ഇങ്ങ് കേരളത്തിലല്ല, അങ്ങ് ജപ്പാനിൽ. തനി കേരളീയ വിഭവങ്ങൾ ലഭിക്കുന്ന ജപ്പാനിലെ കേരള കിച്ചനെ കുറിച്ചറിയാം ഇനി. നല്ല നാടൻ ചായ, പഴംപൊരി, ആഹാ അന്തസ്. ഇത് മാത്രമല്ല, മലബാർ ഫിഷ് കറി, കപ്പ, കിഴി പൊറോട്ട, തലശ്ശേരി ദം ബിരിയാണി, അങ്ങനെ മലയാളി രുചികൾ തേടി ജപ്പാൻകാരിങ്ങോട്ടങ്ങ് എത്തുകയാണ്. പുട്ടും കടലയും ചോപ്സ്റ്റിക്കും ഫോർക്കും നൈഫുമില്ലാതെ തട്ടുന്ന ജപ്പാൻകാർ. എത്ര മനോഹരമായ കാഴ്ച! ഇത് ജപ്പാനിലെ കാവാസാക്കിയിലുള്ള കേരള കിച്ചൺ. മലയാളികളുടെ തനി നാടൻ രുചികൾ ആസ്വദിക്കാൻ നിരവധി ജപ്പാൻകാരാണ് ഇവിടെ എത്തുന്നത്. ആതിഥ്യ മര്യാദയുടെ ഭാഗമായി ആദ്യം ഒരു സുലൈമാനി, പിന്നീട് മെനു തെരഞ്ഞ് തങ്ങൾക്കിഷ്ടമുള്ള വിഭവങ്ങളിലേക്ക് അവർ എത്തിച്ചേരുന്നു. You like Kerala food? Yes, I really like it. How many times have you been here? 10 times more. 10 times more? കണ്ണൂരുകാരായ രഞ്ജിത് കുമാറും സിജുവുമാണ് ഈ ഹോട്ടലിന്റെ നടത്തിപ്പുകാർ. നാളികേരത്തിന് നാടിന്റെ വിഭവങ്ങൾ നിറഞ്ഞ മനസ്സോടെ ജപ്പാൻകാർ കഴിക്കുന്നത് കാണുമ്പോഴുള്ള സന്തോഷം പങ്കുവയ്ക്കുകയാണിവർ. നമ്മളെ കസ്റ്റമറിൽ ഒരു 80% ജപ്പാനീസ് ആണ്. അതുപോലെ തന്നെ മലയാളികളായിട്ടുള്ള ഒരുപാട് കസ്റ്റമർ നമുക്ക് ഉണ്ട്. മഞ്ചാടി മണി കൊണ്ട് നിറച്ച ഓട്ടുരുളി, കഥകളി, തെയ്യം, വാളും പരിചയം, അങ്ങനെ കേരളത്തിന്റെ തനത് സംസ്കാരം വിളിച്ചോതുന്ന പലതും ഇവിടെയുണ്ട്. നല്ല അന്തരീക്ഷവും നാവിനെ തൊട്ടുണർത്തുന്ന ഭക്ഷണവും. രുചി മനസ്സിൽ പതിഞ്ഞ ഇവരിൽ പലരും ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്കെത്തി ഇതൊക്കെ നേരിട്ട് ആസ്വദിക്കാനുള്ള ശ്രമത്തിലാണ്. ന്യൂസ് ഡെസ്ക് 24. അദാനി ഗ്രൂപ്പിനെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന സെബി അന്വേഷണ റിപ്പോർട്ട് സ്വാഗതം ചെയ്ത് ഗൗതം അദാനി. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന നിലപാട് സെബിയും ശരിവെച്ചു. വ്യാജ പ്രചാരണങ്ങൾ നടത്തിയവർ രാജ്യത്തോട് മാപ്പ് പറയണമെന്നും ഗൗതം അദാനി ആവശ്യപ്പെട്ടു. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീനാഥെ, കഴിഞ്ഞ ദിവസം സെബിയുടെ കണ്ടെത്തലിൽ നിയമലംഘനങ്ങളും ക്രമക്കേടുകളും ഒന്നും നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെപ്പോൾ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു എക്സ്പോസ്റ്റ് ചെയ്തിരിക്കുകയാണല്ലോ ഗൗതം അദാനി. രാഷ്ട്ര നിർമ്മാണത്തിൽ ഇനിയും പങ്കെടുക്കും, ഒപ്പം തന്നെ നിക്ഷേപകരുടെ പണം നഷ്ടപ്പെട്ടതിൽ തനിക്ക് വേദനയുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ടല്ലോ. തീർച്ചയായും രണ്ട് കാര്യങ്ങളാണ് ഇന്നലെ സെബിയുടെ അന്വേഷണ റിപ്പോർട്ട് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. ഒന്ന്, 2021 നിയമ ഭേദഗതിക്ക് മുൻപുള്ള കാര്യങ്ങളിൽ അതിനുശേഷമുള്ള നിയമം അത് പ്രാബല്യത്തിൽ വരില്ല, അതിൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്നതായിരുന്നു ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഓഹരി പെരുപ്പിച്ച് കാട്ടി വായ്പ എടുത്തു എന്ന് പറയുമ്പോൾ പോലും ആ വായ്പ പലിശ സഹിതം അദാനി തിരിച്ചടച്ചിട്ടുണ്ട് എന്നതുമാണ് സെബിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത്. ഏതായാലും അദാനിക്കെതിരെ ഹിൻഡൻബർഗ് ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്നും തന്നെ കഴമ്പില്ല എന്ന പൂർണ്ണമായ ക്ലീൻ ചിറ്റാണ് സെബി ഇന്നലെ നൽകിയത്. അതിനെ ഇപ്പോൾ സ്വാഗതം ചെയ്യുകയാണ് അദാനി ഗ്രൂപ്പ്. പണം നഷ്ടമായ നിക്ഷേപകരുടെ വേദന താൻ മനസ്സിലാക്കുന്നു. രാജ്യത്തോട് തന്നെ ഈ ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകൾ, വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകൾ മാപ്പ് പറയണം എന്നതാണ് ഗൗതം അദാനി പറയുന്നത്. 2023 ഫെബ്രുവരി മാസത്തിലാണ് ഹിൻഡൻബർഗ് റിസർച്ചിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. പിന്നീട് ഏതാണ്ട് 10,000 കോടി ഡോളറിലധികം ആണ് ഓഹരി വിപണിയിൽ നിന്ന് അദാനിയുടെ കമ്പനികളുടെ ഓഹരി മൂല്യത്തിൽ ഉണ്ടായ ഇടിവ്. അതുമൂലം നിരവധി നിക്ഷേപകർക്കാണ് വലിയ തോതിൽ പണം അന്ന് നഷ്ടമാവുകയും ചെയ്തത്. അദാനി അതിസമ്പന്നരുടെ പട്ടികയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നതും നമ്മൾ ഹിൻഡൻബർഗ് റിസർച്ചിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കണ്ടതുമാണ്. ഏതായാലും ഈ റിപ്പോർട്ടിനെ ഇപ്പോൾ അദാനി ഗ്രൂപ്പ് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കളക്ടർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജി പരിഗണിക്കുക. 7 നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും പൂർത്തിയാകാനുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഹർജിക്കാരുടെ പരാതികൾ കൂടി പരിഗണിച്ച ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. സൂര്യശ്രീ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. സൂര്യ, ഇന്നത്തെ ഹൈക്കോടതി സ്വീകരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന നിലപാട് അത് പ്രധാനമാണ്. ഈ ടോൾ വിലക്കിന്റെ കാര്യത്തിലടക്കം കോടതി എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോവുക എന്നുള്ളത്, മുന്നിലേക്ക് വരുന്ന റിപ്പോർട്ടുകളുടെ കാര്യത്തിൽ കോടതി എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത് എന്നതൊക്കെ ശ്രദ്ധേയമാണ്. വിവരങ്ങൾ എന്താണ് സൂര്യശ്രീ?
ശ്രീജിത്ത്, ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ്. കളക്ടർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. നിലവിൽ 7 ഇടങ്ങളിൽ പ്രശ്നം പരിഹരിക്കാനുണ്ടെന്നാണ് കളക്ടർ നൽകിയ റിപ്പോർട്ട്. എങ്കിൽ മാത്രമേ ടോൾ പിരിവ് അടക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ കഴിഞ്ഞ ദിവസങ്ങളടക്കം ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. പല ഭാഗങ്ങളിലും ഇനിയും പ്രശ്നങ്ങൾ പൂർത്തിയാകാനുണ്ട്, പരിഹരിക്കാനുണ്ട്. ഇതെല്ലാം കൂടി പരിഗണിച്ച ശേഷം മാത്രമേ നിലവിൽ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ അന്തിമ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമെന്ന് ഹൈക്കോടതി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പാലിയേക്കര ടോൾ പിരിവുമായി ബന്ധപ്പെട്ട തീരുമാനം തിങ്കളാഴ്ച മാത്രമായിരിക്കും ഇതിൽ ഒരു ഹൈക്കോടതി തീരുമാനം അറിയിക്കുക. അതേസമയം തന്നെ പലയിടങ്ങളിലും ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ ഗതാഗത കുരുക്കിന് പലയിടങ്ങളിലും പ്രശ്നപരിഹാരമായിട്ടുണ്ടെന്നുള്ളത് ഈ മോണിറ്ററിംഗ് സമിതി, കളക്ടർ അധ്യക്ഷനായിട്ടുള്ള മോണിറ്ററിംഗ് സമിതി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകിയിരുന്നു. ഇനി 7 ഇടങ്ങളിലാണ് പ്രശ്നപരിഹാരമുള്ളത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ടോൾ പിരിവ് വേണമോ എന്നതിലടക്കമുള്ള ഒരു നിർണായക വിധി ഹൈക്കോടതി തീരുമാനിക്കുക. റിജിത്ത്, ശരി. സൂര്യശ്രീ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ആശാവർക്കർമാരുടെ സമരം അവസാനിപ്പിക്കാൻ ഹൈക്കോടതി ഇടപെടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കും. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് പരിഗണിക്കുക. പ്രശ്നം പഠിക്കാൻ വനിതാ ശിശുക്ഷേമ വകുപ്പ് നിയോഗിച്ച പഠന സമിതിയുടെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചേക്കും. പബ്ലിക് ഐ ട്രസ്റ്റ് എന്ന സംഘടന നൽകിയ ഹർജിയിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ യൂണിയനുകളെയും കക്ഷി ചേർത്തിരുന്നു. AK ആന്റണിയുടെ വാർത്താസമ്മേളനത്തിലെ പിന്നാലെയുള്ള പ്രതികരണങ്ങൾ ഇന്നും തുടർന്നേക്കും. വാർത്താസമ്മേളനത്തിന് ശേഷം മാറാട്, മുത്തങ്ങ, ശിവഗിരി സംഭവങ്ങൾ സജീവ ചർച്ചയായിട്ടുണ്ട്. മുമ്പ് പലതവണ വിഷയം ചർച്ചയായപ്പോഴും പ്രതിരോധം തീർക്കാത്ത കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോൾ AK ആന്റണിക്ക് പിന്തുണയുമായി രംഗത്തെത്തുന്നത്. തുടർച്ചയായി പ്രതികരണം നടത്തില്ലെന്ന് പറയുമ്പോഴും വാർത്താസമ്മേളനങ്ങൾ ഇനിയും ഉണ്ടാകും എന്ന സൂചനയാണ് AK ആന്റണി നൽകുന്നത്. മാറാട്, ശിവഗിരി സംഭവങ്ങളിലെ അന്വേഷണ റിപ്പോർട്ടും വീണ്ടും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയാണ്. നിയമസഭയ്ക്ക് പുറത്ത് ഈ വിഷയത്തിൽ CPIM നിലപാട് പറഞ്ഞിട്ടില്ല. AK ആന്റണി പറഞ്ഞത് രാഷ്ട്രീയമാണെന്നും ചർച്ച വേണ്ട എന്നുമാണ് CPIയുടെ നിലപാട്. അപകടാവസ്ഥയിലായ കോഴിക്കോട് ഫറൂഖ് പാലം വിഷയത്തിൽ സ്ഥലം MLA കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസിനെ വെല്ലുവിളിച്ച് മുൻ MLA PV അൻവർ. റീൽസിട്ട് നടക്കാതെ പാലത്തിനടുത്ത് നിന്ന് അവസ്ഥ വിശദീകരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് PA മുഹമ്മദ് റിയാസിനോട് PV അൻവർ ചോദിച്ചു. ഭരണാനുമതി കിട്ടിയാൽ ഉടൻ നവീകരണ പ്രവൃത്തി ആരംഭിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഫറൂഖ് പാലത്തിന്റെ നിലവിലത്തെ അവസ്ഥയാണിത്. പുറമെ വിദേശ മാതൃകയിൽ ദീപാലംകൃതം. പാലത്തിന്റെ അടിഭാഗം ദ്രവിച്ച നിലയിൽ. കഴിഞ്ഞ വർഷം 1.5 കോടിയിലധികം രൂപ മുടക്കിയാണ് നവീകരണം നടത്തിയത്. പ്രതീകാത്മകമായി പാലത്തിന് താഴെ മുള വെച്ച് താങ്ങി നിർത്തിയായിരുന്നു PV അൻവറിന്റെ പ്രതിഷേധം. റീൽസ് ഇട്ടുകൊണ്ട് ഈ നാടിനെ എന്താ പറയുക, കിടിലം കൊള്ളിച്ച, രോമാഞ്ചം കൊള്ളിച്ച മന്ത്രി. എന്താ മന്ത്രി? മന്ത്രിയുടെ നാട്ടിലാണിത്. മന്ത്രിക്ക് വോട്ട് ചെയ്ത ജനങ്ങളവിടെ ഉള്ളത്. ആ ജനങ്ങൾക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ മുഹമ്മദ് റിയാസിനെ മരുമോനെ വെല്ലുവിളിക്കുകയാണ്. ഈ നിൽക്കുന്നത് ഫറൂഖ് പാലത്തിന്റെ ചോട്ടിൽ അദ്ദേഹത്തിന്റെ മണ്ണിലാണ് നിൽക്കുന്നത്. അദ്ദേഹം MLAയും മന്ത്രിയെ മണ്ണിലാണ്. ഇവിടെ വന്നിട്ട് ഈ ജനങ്ങളെ വിളിച്ചിട്ട് ഈ 2.25 കോടി രൂപ എങ്ങനെയാണ് ചെലവഴിച്ചത് എന്ന് ഇവിടുത്തെ ജനങ്ങളോടും പത്രക്കാരോടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ മന്ത്രി തയ്യാറുണ്ടോ? അൻവറും പ്രദേശവാസികളും പാലത്തിന്റെ അടിഭാഗം ബോട്ടിലെത്തി പരിശോധിച്ചു. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരുന്നു. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പൊതുമരാമത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നോട്ടീസ് അയച്ചത്. 24 കോഴിക്കോട്. ഇനി കായിക വാർത്തകൾ. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് റൗണ്ടിൽ സമ്പൂർണ്ണ ജയം ലക്ഷ്യമിട്ട് ടീം ഇന്ത്യ ഇന്നിറങ്ങും. രാത്രി 8-ന് അബുദാബിയിൽ നടക്കുന്ന പോരാട്ടത്തിൽ ഒമാനാണ് എതിരാളികൾ. സൂപ്പർ 4-നു മുമ്പ് ആയുധങ്ങൾ തേച്ചുമിനുക്കാൻ ഒരു അവസരം. ഒമാനെതിരായ മത്സരം ടീം ഇന്ത്യയെ സംബന്ധിച്ച് അതിനപ്പുറം ഒന്നുമില്ല. UAEയും ചിരവൈരികളായ പാകിസ്ഥാനെയും തകർത്തെറിഞ്ഞായിരുന്നു ഇന്ത്യ സൂപ്പർ 4-ലെത്തുന്ന ആദ്യ സംഘമായത്. UAEയെ വെറും 57 റൺസിന് എറിഞ്ഞിട്ട് 9 വിക്കറ്റിന് ജയിച്ചപ്പോൾ പാകിസ്ഥാനെ തകർത്തത് 7 വിക്കറ്റിന്. കഴിഞ്ഞ 2 മത്സരത്തിലും ഇന്ത്യൻ ബാറ്റിംഗ് നിരയ്ക്ക് കാര്യമായി പണിയെടുക്കേണ്ടി വന്നിട്ടില്ല. സഞ്ജു സാംസണ് ഇന്നെങ്കിലും ബാറ്റെടുക്കാൻ അവസരം കിട്ടണേ എന്ന പ്രാർത്ഥനയിലാണ് താരത്തിന്റെ ആരാധകർ. റിങ്കു സിംഗ്, ജിതേഷ് ശർമ്മ എന്നിവരെ പരീക്ഷിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ബൗളിംഗ് നിരയിലേക്ക് വന്നാൽ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം നൽകി ഹർഷ്ദീപ് സിംഗിനെ പ്ലേയിങ് 11-ൽ എടുക്കാനാണ് സാധ്യത. അതേസമയം
ഇന്ത്യയെ അട്ടിമറിക്കാമെന്ന അതിമോഹമൊന്നുമില്ല ഒമാന്. സൂപ്പർ 4 പ്രതീക്ഷകൾ നേരത്തെ തന്നെ അവസാനിച്ചതിനാൽ തലയുയർത്തി മടങ്ങാൻ പോകുന്നൊരു പോരാട്ടം കാഴ്ചവെക്കുക മാത്രമാണ് അവരുടെ ലക്ഷ്യം. സ്പോർട്സ് ഡെസ്ക് 24. നോക്കാം ഇനി ചില ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. ഉത്തരാഖണ്ഡിലുണ്ടായ മണ്ണിടിച്ചിലിൽ 6 വീടുകൾ തകർന്നു, 10 പേരെ കാണാതായി. രക്ഷാപ്രവർത്തനം തുടരുന്നു. പഞ്ചാബിലുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് കേന്ദ്രം പ്രഖ്യാപിച്ച 1600 കോടി രൂപ ന്യായവും കേന്ദ്രം പ്രഖ്യാപിച്ച 1600 കോടി രൂപ അപര്യാപ്തമെന്ന് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യകാല ജീവിതത്തെക്കുറിച്ചുള്ള സിനിമ സ്കൂളുകളിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നു. CBSE സെൻട്രൽ സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകിയ വിദ്യാഭ്യാസ മന്ത്രാലയം. അഹമ്മദാബാദ് എയർ ഇന്ത്യ അപകടത്തിൽ ഉൾപ്പെട്ട പൈലറ്റിന്റെ പിതാവ് പുതിയ അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തി. AIB റിപ്പോർട്ട് തന്റെ മകന്റെ പ്രശസ്തിക്ക് കോട്ടം വരുത്തിവെച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. വിമാനാപകടത്തിൽ മരിച്ച 4 പേരുടെ കുടുംബങ്ങൾ ബോയിങ്ങിനെതിരെ US കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഇന്ധന കട്ട് ഓഫ് സ്വിച്ചിന്റെ തകരാറാണ് അപകടത്തിന് കാരണമെന്നാരോപിച്ച് US വിമാന നിർമ്മാതാക്കളായ ബോയിങ്ങിനും വിമാന പാർട്സ് നിർമ്മാതാക്കളായ ഹണിവെൽ ഇന്റർനാഷണലിനുമെതിരെയാണ് കേസെടുത്തത്. ഡൽഹിയിൽ ഗുണ്ടാ സംഘങ്ങളുടെ ഒളിത്താവളത്തിൽ റെയ്ഡിൽ 3 പേർ അറസ്റ്റിൽ. ജയിലിൽ കഴിയുന്ന ഗുണ്ട നേതാവ് നീരജ് ഭവാനയുടെ പിതാവ് ഉൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായത്. മധ്യപ്രദേശിൽ ക്ഷയരോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. നെൽവയലുകളിൽ നിന്ന് മാരകമായ മെലിയോയിഡോസ് പടരുന്നതാണ് ക്ഷയരോഗത്തിന്റെ കാരണമെന്ന് വ്യക്തമാക്കി ആരോഗ്യവകുപ്പ്. ഡൽഹി കലാപക്കേസിൽ ഉമർ ഖാലിദ് അടക്കമുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. മറ്റു പ്രതികളായ ഷർജീൽ ഇമാം, ഗുൽഫിഷ ഫാത്തിമ, മീരാൻ ഹൈദർ എന്നിവരുടെ ജാമ്യാപേക്ഷയും പരിഗണിക്കും. ജസ്റ്റിസ് അരവിന്ദ് കുമാർ, ജസ്റ്റിസ് NV അഞ്ജരിയ എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ജാമ്യം നിഷേധിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് അപ്പീൽ. 2020 പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തിനിടെ കലാപത്തിന് ഗൂഢാലോചന നടത്തി എന്നാണ് കേസ്. UAPA ചുമത്തപ്പെട്ട് 5 വർഷമായി കസ്റ്റഡിയിലാണ് ഉമർ ഖാലിദ്. ബുക്കർ പ്രൈസ് ജേതാവ് ബാനു മുഷ്താഖ് ചരിത്രപ്രസിദ്ധമായ മൈസൂരു ദസറ ഉദ്ഘാടനം ചെയ്യാനുള്ള കർണാടക സർക്കാർ തീരുമാനത്തിനെതിരെ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് വിക്രം നാഥ്, ജസ്റ്റിസ് സന്ദീപ് മേർ എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. അഹിന്ദുക്കൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ഹൈന്ദവ വികാരം വ്രണപ്പെടുത്തും എന്നാണ് ഹർജിയിൽ പറയുന്നത്. ആവശ്യം നേരത്തെ കർണാടക ഹൈക്കോടതി തള്ളിയതാണ്. ഒരു അവകാശവും ലംഘിക്കപ്പെട്ടിട്ടില്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് തള്ളിയത്. CSI സഭയിലെ മലബാർ മഹായിടവകയിൽ 2 വനിതകൾക്ക് ഡീക്കൻ പട്ടം. കോഴിക്കോട് മാനാഞ്ചിറ CSI കത്തീഡ്രൽ പള്ളിയിൽ നവവൈദികരുടെ ഡീക്കൻ പട്ട സ്വീകരണ ശുശ്രൂഷകൾ നടന്നു. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകൾ ഉൾക്കൊള്ളുന്നതാണ് CSI മലബാർ മഹാ ഇടവക. മലബാർ മഹാ ഇടവകയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് വനിതകൾ വൈദിക സ്ഥാനത്തേക്ക് എത്തുന്നത്. പത്തനംതിട്ട റാന്നി സ്വദേശിയും ദൈവശാസ്ത്ര അധ്യാപികയുമായ ഡോക്ടർ സജു മേരി എബ്രഹാം, വയനാട് മേപ്പാടി നെടുങ്കരണ സ്വദേശി നിംഷി ഡേവിഡ് എന്നിവർ പൗരോഹിത്യത്തിന്റെ ആദ്യപടിയായ ഡീക്കൻ പട്ടം സ്വീകരിച്ചു. മലബാർ മഹാ ഇടവക ബിഷപ്പ് റവറന്റ് ഡോക്ടർ റോയിസ് മനോജ് വിക്ടർ കാർമ്മികത്വം നൽകി. ഡീക്കൻ പട്ടം സ്വീകരിച്ച് 1 വർഷത്തിനു ശേഷം ഇരുവരും പുരോഹിതരാകും. കേരളത്തിലെ 6 മഹാ ഇടവകകളിൽ ഇതുവരെ 4 വനിതകളാണ് പൗരോഹിത്യം നേടിയത്. ഇതിൽ ദക്ഷിണ കേരള മഹാ ഇടവകയിലെ വൈദിക വിരമിച്ചു. കൊച്ചി മഹാ ഇടവകയിൽ നിലവിൽ 3 പേരുണ്ട്. ഇവർക്കൊപ്പമാണ് മലബാർ മഹാ ഇടവകയിൽ നിന്നുള്ള 2 പേർ കൂടി വൈദിക വൃത്തിയിലേക്ക് എത്തുന്നത്. 24 കോഴിക്കോട്. സ്ഥിരം VC നിയമനവുമായി ബന്ധപ്പെട്ട സെർച്ച് കമ്മിറ്റിയുടെ ചെലവുകളും ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകൾ തന്നെ വഹിക്കേണ്ടി വരും. കേസുകളുടെ അഭിഭാഷക ഫീസ് ഉൾപ്പെടെയുള്ള കോടതി ചെലവുകൾ സർവകലാശാലകൾ വഹിക്കണമെന്ന് രാജ്ഭവൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനു പുറമെയാണ് സെർച്ച് കമ്മിറ്റി ചെലവും അതത് സർവകലാശാലകൾ തന്നെ വഹിക്കേണ്ടി വരുമെന്ന് രാജ്ഭവൻ മുന്നറിയിപ്പ് നൽകിയത്. ഇത്തരം ചെലവുകൾ വഹിക്കുന്നതിന് രാജ്ഭവന് പ്രത്യേക ഫണ്ട് വകകൊള്ളിച്ചിട്ടില്ല. അതിനാൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം സെർച്ച് കമ്മിറ്റി ചെയർമാനായി നിയമിച്ചിട്ടുള്ള റിട്ടയർഡ് ജസ്റ്റിസിന് സിറ്റിംഗുകൾക്ക് നിശ്ചയിച്ചിട്ടുള്ള 3 ലക്ഷം രൂപയും യാത്രപ്പടി ഉൾപ്പെടെയുള്ള ചെലവുകളും യൂണിവേഴ്സിറ്റികൾ വഹിക്കേണ്ടി വരുമെന്നാണ് രാജ്ഭവന്റെ അറിയിപ്പ്.
ഇടുക്കി ചിത്തിരപുരത്ത് മണ്ണിടിഞ്ഞ് 2 പേർ മരിച്ച സംഭവത്തിൽ മിസ്റ്റി വണ്ടേഴ്സ് റിസോർട്ട് ഉടമകളായ ഷെറിൻ, അനില ജോസഫ്, സെബി പി ബാബു എന്നിവർ നോട്ടീസ് അയച്ചിട്ടും പോലീസിൽ ഹാജരായില്ല. തുടർ നടപടികളുടെ ഭാഗമായി ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്താനാണ് വെള്ളത്തൂവൽ പോലീസിന്റെ നീക്കം. 3-ാം പ്രതിയായ റിസോർട്ട് ഉടമകളുടെ സഹായി ജെയ്സനെ അറസ്റ്റ് ചെയ്തു. കോടതി ജെയ്സന് ജാമ്യം അനുവദിച്ചു. റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകി സീൽ ചെയ്ത റിസോർട്ടിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതിൽ മൂന്നാർ സ്പെഷ്യൽ തഹസീൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികളും പോലീസ് സ്വീകരിച്ചേക്കും. കൊല്ലത്ത് ഒരു സംഘം ആളുകൾ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെ 16-കാരൻ ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് ഇന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തും. കുണ്ടറ പെരുമ്പുഴ പനവിള കിഴക്കേ മതിൽ വീട്ടിൽ അനിൽകുമാർ, ദീപ ദമ്പതികളുടെ മകൻ അഖിൽ കെ ആണ് മരിച്ചത്. സ്കൂളിൽ സഹപാഠിയോടുള്ള പ്രണയം ആരോപിച്ചാണ് കഴിഞ്ഞ ദിവസം രാത്രി ഓട്ടോയിൽ വീട്ടിലെത്തിയ സംഘം അഖിലിനെ ഭീഷണിപ്പെടുത്തിയത്. സംഘം വന്നുപോയതിനു പിന്നാലെ അഖിൽ ഭയന്നു എന്ന് പിതാവ് പറഞ്ഞു. പിന്നീട് അഖിലിനെ കണ്ടില്ല. തെരച്ചിലിനൊടുവിലാണ് വീട്ടുവളപ്പിലെ കിണറ്റിൽ അഖിലിനെ കണ്ടെത്തിയത്. നാട്ടുകാരും അഗ്നിരക്ഷാസേനയും ചേർന്ന് പുറത്തെടുത്തെങ്കിലും രക്ഷിക്കാനായില്ല. ഈ സംഭവത്തിൽ ആളുകൾ വന്നു എന്ന് പറയുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നവരിൽ നിന്നും ദൃക്സാക്ഷികളിൽ നിന്നും പോലീസ് മൊഴി രേഖപ്പെടുത്തും. പ്രവാസികൾക്ക് വോട്ട് രേഖപ്പെടുത്താൻ അവസരമൊരുക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെങ്കിലും പ്രവാസികൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കണം എന്നാണ് ആവശ്യം. പ്രവാസികളെ ജനാധിപത്യ പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിച്ചു നിർത്തുന്നത് നീതിയല്ലെന്ന് പരാതി നൽകിയ മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് കെ സൈനുൽ ആബ്ദീൻ പറഞ്ഞു. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലെങ്കിലും പ്രവാസികൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കണം എന്നാണ് ഈ കത്തിലൂടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രവാസി വോട്ടവകാശം യാഥാർത്ഥ്യമാകുന്നതിനായി തപാൽ വോട്ട്, ഇ വോട്ട്, എംബസി വഴിയുള്ള വോട്ട് തുടങ്ങിയ രീതികളെ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും ആലോചിക്കണം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തിരിക്കെ ബീഹാറിൽ രാഷ്ട്രീയ പോരാട്ടം ശക്തമാവുകയാണ്. തന്ത്രങ്ങൾ മെനയാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബീഹാറിൽ തുടരുന്നു. പ്രാദേശിക നേതാക്കളുമായും MLA-മാരുമായും അമിത്ഷാ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള തന്ത്രങ്ങൾ യോഗത്തിൽ ആവിഷ്കരിക്കും. വിനീത VG വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, ഈ അടുത്ത മാസത്തോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഇതിന്റെ ഭാഗമായി തിരക്കിട്ട നീക്കങ്ങളിലേക്ക്, കൂടിയാലോചനകളിലേക്ക് പാർട്ടികൾ കടക്കുന്നുണ്ട്. BJPയുടെ നീക്കവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് വിനീത? ടിക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ അടുത്ത മാസം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായേക്കാം. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളും BJPയും അടക്കം എല്ലാ മേഖലകളിലേക്കും എത്തി ജനങ്ങൾക്കിടയിൽ കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം നടത്തി. ഒപ്പം തന്നെ ആ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചരടുവലികൾ ഇതിനോടകം തന്നെ അവർ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ യാത്ര വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നു. ഇപ്പോഴത്തെ തേജസ്വി യാദവിന്റെ ബീഹാർ അധികാര യാത്ര ആ വിവിധ മണ്ഡലങ്ങളിൽ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടി ബീഹാറിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ 2 ദിവസമായി ബീഹാറിൽ തുടരുന്നുണ്ട്. ഇതിൽ അദ്ദേഹം ബീഹാറിലെത്തി രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. രാഹുൽ നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുകയാണ് എന്നാണ് ബീഹാറിൽ നിന്നുകൊണ്ട് അമിത്ഷാ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ അവിടെ BJP നേതാക്കൾ, അവിടെയുള്ള പ്രാദേശിക നേതാക്കളും ഒക്കെയായി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തും. ബീഹാറിൽ ഇന്ന് അദ്ദേഹം പ്രാദേശിക നേതാക്കളുമായും ഒപ്പം തന്നെ MLA-മാരുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തുക. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള തന്ത്രങ്ങൾ അതേത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, ഒപ്പം തന്നെ ഈ വോട്ടർ അധികാര യാത്രയൊക്കെ ആ വിവിധ മേഖലകളിൽ BJPക്കൊരു തിരിച്ചടിയായതായിട്ടുള്ള ചില ആരോപണങ്ങളൊക്കെ തന്നെ നേരത്തെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ തേജസ്വി യാദവ് ഇപ്പോൾ നടത്തുന്ന ബീഹാർ അധികാര യാത്ര, ഇതൊക്കെ പാർട്ടിക്ക് ഏത് തരത്തിൽ ബാധിക്കാത്ത തരത്തിൽ കൃത്യമായിട്ടുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന കാര്യം അടക്കമുള്ള വിഷയങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകും. ഇന്നലെ തന്നെ റോഹ്തസ്, ഒപ്പം തന്നെ ബെഗുസരായ് എന്നിങ്ങനെ 20 ജില്ലകളിൽ പാർട്ടി നേതാക്കളുമായും പ്രവർത്തകരും ഒക്കെയായി അമിത്ഷാ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷം ബീഹാറിൽ നടത്തുന്നത് നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നീക്കമാണെന്നായിരുന്നു അമിത്ഷാ ഇന്നലെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ BJPയുടെ ക്യാമ്പയിനുകൾ അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കൊണ്ട് നേതാക്കൾ, പ്രധാനമന്ത്രി അടക്കം കഴിഞ്ഞ ദിവസം ബീഹാറിലേക്കൊക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കൊക്കെ പ്രധാനമന്ത്രി തന്നെ ബീഹാറിൽ നിന്ന് മറുപടി നൽകുന്ന ഒരു പശ്ചാത്തലവും ഉണ്ടായി. ഏതാണെങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ബീഹാറിൽ തന്നെയാണ് എല്ലാ രാഷ്ട്രീയ മുന്നണികളുടെയും ശ്രദ്ധ.
വിനിത, ബീഹാർ എന്ന് പറയുന്നത് NDAക്ക് വളരെ പ്രധാനമാണ്. ഒപ്പം തന്നെ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങളും ഇവിടെ വന്നിരുന്നു. GST പരിഷ്കാരം അടക്കമുള്ള നടപടികൾ കേന്ദ്രം ബീഹാറിൽ കണ്ണുവെച്ചാണ് നടത്തിയതെന്ന ആരോപണം വന്നിരുന്നു. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സാന്നിധ്യം, തന്ത്രങ്ങൾ മെനയുന്നത്, ഇതൊക്കെ ഈ പ്രതിപക്ഷ ആരോപണങ്ങളുടെ മുനയൊടിക്കാൻ മാത്രം പര്യാപ്തമാകുമോ? തീർച്ചയായും ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഒടുവിലായി എത്തിയ കോൺഗ്രസിന്റെ ബീഹാർ BD വിവാദത്തിലേക്കടക്കം ബീഹാറിലെത്തിയ പ്രധാനമന്ത്രി ബീഹാറിൽ നിന്നുകൊണ്ട് തന്നെ മറുപടി നൽകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം രാഹുൽ ഗാന്ധി നടത്തിയിരുന്ന വോട്ടർ അധികാര യാത്ര, ഇതൊക്കെ ബീഹാറിലെ ജനങ്ങൾക്ക്, നമുക്ക് ആ യാത്രയിലൊക്കെ നമ്മൾ അവിടെ ബീഹാറിലേക്ക് പോയതാണ്, വലിയൊരു ജനപിന്തുണ വിവിധ മണ്ഡലങ്ങളിലൂടെ കടന്നുപോയ യാത്രയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ NDAക്ക് തിരിച്ചടിയാകാത്ത തരത്തിൽ അതിനെ ഏത് രീതിയിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാമെന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയായിരിക്കും BJP തന്ത്രങ്ങൾ മെനയുക. അതിൽ ബീഹാറിലെത്തി പ്രധാനമന്ത്രിയുടെ മാതാവിനെതിരെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ മോശം പരാമർശം ഉന്നയിച്ച വിഷയമടക്കം ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു NDA സഖ്യം. ഒപ്പം അത് വലിയ രീതിയിൽ വിവാദമാക്കുകയും രാഹുൽ ഗാന്ധി അതിൽ മാപ്പ് പറയണം അടക്കമുള്ള ആവശ്യങ്ങൾ BJP നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാലെ ഉയർന്ന ബീഹാർ BD വിവാദത്തിലേക്കടക്കം പ്രധാനമന്ത്രി തന്നെ ബീഹാറിലേക്ക് എത്തി അതിൽ കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ GSTയിൽ ഏർപ്പെടുത്തിയ ഇളവുകൾ, അത് നേരത്തെ തന്നെ പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്, ആ ഇളവുകൾ ബീഹാറിലെ സാധാരണക്കാർക്ക് ഉപകാരപ്രദമാകുമെന്ന തരത്തിൽ തന്നെയാണ്. അതായത് ഇത് ജനങ്ങളുടെ സർക്കാരാണ്, ജനങ്ങൾക്കായി ആവശ്യമായിട്ടുള്ള എല്ലാ വികസന പദ്ധതികളും ബീഹാറിൽ സർക്കാർ കൊണ്ടുവരും എന്നിങ്ങനെ ഈ അടുത്തിടെ ഏർപ്പെടുത്തിയ വികസന പദ്ധതികൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് BJP നേതാക്കൾ ഈ NDA സഖ്യം ബീഹാറിൽ മുന്നോട്ട് പോകുന്നത്. അതേസമയം ഈ വോട്ടർ അധികാര യാത്രയിലൂടെ അടക്കം, ബീഹാർ അധികാര യാത്രയിലൂടെ അടക്കം തൊഴിലില്ലായ്മ, ഒപ്പം തന്നെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ ക്രമക്കേടുകൾ എന്നിവയൊക്കെ ഇതിനോടകം തന്നെ കോൺഗ്രസും ഒപ്പം തേജസ്വി യാദവും ഒക്കെ അവിടെ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. ഏതാണെങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ, എല്ലാ പാർട്ടികളുടെയും ശ്രദ്ധ ബീഹാർ തന്നെയാണ്. ക്രിസ്റ്റീന. വിനീത വിജയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. കോഴിക്കോട് വെസ്റ്റ് ഹിൽ വിജിൽ തിരോധാന കേസിൽ കസ്റ്റഡിയിലുള്ള 3 പ്രതികളെയും ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. 1-ാം പ്രതി നിഖിൽ, 2-ാം പ്രതി രഞ്ജിത്ത്, 3-ാം പ്രതി ദീപേഷ് എന്നിവരെ ഒരുമിച്ചിരുത്തിയാകും ചോദ്യം ചെയ്യുക. പ്രതികൾക്ക് ലഹരിമരുന്ന് എവിടെ നിന്ന് ലഭിച്ചു എന്നതുൾപ്പെടെ അറിയേണ്ടതുണ്ട്. വിവരങ്ങളുമായി വീണ്ടും ചേരുന്നത് മിഥില ബാലനാണ്. മിഥില, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഏത് തരത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ നിന്ന് നടക്കുക? മറ്റ് കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാണ് പോലീസ് തെളിവുകൾ ഹാജരാക്കുകയും ഒക്കെ ചെയ്യുന്നത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റീജിത്ത്. ഇന്ന് 3 പ്രതികളെയും വിശദമായി ചോദ്യം ചെയ്യും. കാരണം ഈ വിജിലിന് മയക്കുമരുന്ന് നൽകി ബോധം പോയി, അതിന് പിന്നാലെ ചതുപ്പിൽ കല്ല് വെച്ച് കെട്ടിത്താഴ്ത്തി എന്ന ഒരു മൊഴിയായിരുന്നു ഈ പ്രതികളെല്ലാം നൽകിയിട്ടുണ്ടായിരുന്നത്. അത് സ്ഥിരീകരിക്കുന്ന തെളിവുകളാണ് അവിടെ നിന്ന് വിജിലിൻ്റെതെന്ന് കരുതുന്ന മൃതദേഹാവശിഷ്ടങ്ങളും അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ പ്രതികൾക്ക് മയക്കുമരുന്ന് കിട്ടിയത്, എവിടെ നിന്നാണ് ഈ ലഹരി മരുന്ന് കിട്ടിയത് എന്നതുൾപ്പെടെ അന്വേഷണ സംഘത്തിന് അറിയേണ്ടതുണ്ട്. ഇതിനായാണ് 3 പ്രതികളെയും ഒരുമിച്ചിരുത്തി ഇന്ന് ചോദ്യം ചെയ്യുക. കഴിഞ്ഞ ദിവസമാണ് ഈ കേസിലെ 2-ാം പ്രതി രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രഞ്ജിത്തിനെ സരോവരത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ അസ്ഥി ഒഴുക്കിയെന്ന് പറയുന്ന കടപ്പുറത്തും രഞ്ജിത്തിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇന്ന് അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ 3 പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട വിവരം എന്നത് ഈ ലഹരിയുടെ ഉറവിടം, അല്ലെങ്കിൽ ലഹരി ആരാണ് ഇവർക്ക് എത്തിച്ചു നൽകിയത് എന്നത് അന്വേഷണ സംഘത്തിന് അറിയേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ മൃതദേഹാവശിഷ്ടങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കോഴിക്കോട് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇത് വിജിലിന്റെ ബന്ധുക്കൾക്ക് വിട്ടു നൽകേണ്ടതുണ്ട്. DNA പരിശോധനാ ഫലം വരേണ്ടതുണ്ട്. 2 ദിവസത്തിനകം DNA പരിശോധനയ്ക്കായി സാമ്പിൾ ശേഖരിക്കും, അയക്കും എന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത്. ശരി, മിഥില ബാലൻ കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഡൽഹി സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ന്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി സ്ഥാനങ്ങളിലേക്കാണ് വാശിയേറിയ മത്സരം നടന്നത്. വിജയാഘോഷങ്ങൾ ഹൈക്കോടതി നിരോധിച്ചിട്ടുണ്ട്. സുരക്ഷയ്ക്കായി 600-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. പ്രശ്നബാധിത കോളേജുകളിൽ ദ്രുതകർമ്മസേനയും സുരക്ഷയൊരുക്കും. വിനീത VG വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, വിവരങ്ങൾ എന്താണ് വിനീത? ഡൽഹി സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ന് ഉണ്ടായേക്കും. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഒപ്പം തന്നെ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കാണ് വാശിയേറിയ മത്സരം തന്നെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ABVP-യുടെ ആര്യൻമാൻ, ഒപ്പം തന്നെ NSUI-യുടെ ജോസ്ലിൻ നന്ദിത ചൗധരി
SFI, ASI സഖ്യത്തിന്റെ അഞ്ജലി എന്നിവരാണ് ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. മിക്ക കോളേജുകളിലും വോട്ടെടുപ്പ് പൂർണ്ണമായും സമാധാനപരമായിട്ട് തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. വലിയ പോലീസൊക്കെ അവിടെ എത്തുകയും കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ ഏർപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു. ഈ വോട്ടിംഗ് ക്രമക്കേട് ആരോപണങ്ങൾ കാരണം സംഘർഷ സാധ്യത പല മേഖലകളിലും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷയ്ക്കായി ഏതാണ്ട് 600-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ഈ പ്രശ്നബാധിത കോളേജുകളിൽ ദ്രുതകർമ്മ സേനയെയും വിന്യസിച്ചിട്ടുണ്ട്. നിരീക്ഷണത്തിനായി CCTVയും ഡ്രോണുകളുമുണ്ട്. അതേസമയം ഈ കോളേജുകൾക്ക് സമീപം നമ്പർ പ്ലേറ്റുകളില്ലാത്ത വാഹനങ്ങൾ കർശനമായി ഒരു നിയന്ത്രണം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിജയാഘോഷങ്ങൾ പാടില്ല എന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ശരി, വിനിത വിജയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഈ റിപ്പോർട്ടോടെ മോർണിംഗ് ന്യൂസിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.